നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൌസിൽ നിന്നും KPCC ആസ്ഥാനത്തേക്ക് ഇന്ദിരാഭവനിലേക്ക് പുറപ്പെടുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ അദ്ദേഹത്തിനായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ട്, മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്. കേരളത്തിലാകമാനം വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അത്രയേറെ ആഗ്രഹിച്ചും ആകാംക്ഷയോടെയും ഇരിക്കുകയായിരുന്നു പ്രവർത്തകരെല്ലാം തന്നെ. പെട്ടെന്നാണ് അവർക്ക് ആശ്വാസമായി ഒരു വാർത്ത വരുന്നത്. വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന്. അപ്പോൾ വി ഡി സതീശന് വേണ്ടി വലിയ രീതിയിലുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് അണികളെല്ലാവരും. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, അല്പസമയത്തിനകം തന്നെ KPCC ആസ്ഥാനത്തേക്ക് എത്തും നിയുക്ത മുഖ്യമന്ത്രി, അല്ലേ? അതായത് നിയുക്ത മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു പ്രഖ്യാപനം വന്നതിന് പിന്നാലെ കണ്ടോൺമെന്റ് ഹൌസിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം KPCCയിലേക്ക് ഇപ്പോൾ പോവുകയാണ് വി ഡി സതീശൻ. അതായത് നിയുക്ത മുഖ്യമന്ത്രി KPCCയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വി ഡി സതീശനൊപ്പം തന്നെ ആ വാഹനത്തിൽ VT ബൽറാം MLA, മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള വി ഡി സതീശനോടൊപ്പം നിന്നിരുന്ന MLA മാരെല്ലാം തന്നെ ആ വാഹനത്തിലൊപ്പമുണ്ട്. വി ഡി സതീശൻ അതാ ഈ കാറിൽ അതായത് പ്രവർത്തകരാൽ പൊതിഞ്ഞിരിക്കുകയാണ്. ഈ വാഹനത്തിന് മുകളിൽ പോലും വി ഡി സതീശന് വേണ്ടിയുള്ള ഈ ഹാരങ്ങൾ ഉൾപ്പെടെയുള്ള അർപ്പിച്ച് പ്രവർത്തകർ കാത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നേരിട്ട് കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഈ കാറിന് മുകളിലൊക്കെ വെച്ചതിനാണ് ഇത്തരത്തിൽ കൊള്ളുന്നത്. കാറിൽ പൂക്കളും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ പൂച്ചെണ്ടുകളും ഒക്കെ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതാ KPCCയിലേക്ക് പോവുകയാണ്. അവിടെ ഒരു വലിയ സ്വീകരണം തന്നെയായിരിക്കും ഒരുക്കിയിട്ടുള്ള. വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തകർ തന്നെയാണ് കന്റോൺമെന്റ് ഹൌസിൽ തടിച്ചുകൂടിയിരുന്നത്. പ്രവർത്തകർ, അതായത് പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറമായി പ്രവർത്തകരുടെ ആവേശം ഇത്തരത്തിൽ കന്റോൺമെന്റ് ഹൌസിലുണ്ടായിരുന്നു. KPCCയിലും വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം തന്നെയായിരിക്കും നിയുക്ത മുഖ്യമന്ത്രിക്ക് നൽകുന്നത്. 10 വർഷത്തിന് ശേഷം ഒരു UDF മുഖ്യമന്ത്രി അധികാരത്തിലേക്ക് വരുന്നുള്ള പ്രത്യേകത. വലിയ ആവേശത്തോടുകൂടെ തന്നെയാണ് പ്രവർത്തകരെല്ലാം അതിനെ കാണുകയും ചെയ്യുന്നത്. അതേ ആവേശം തന്നെയാണ് ഇപ്പോൾ കന്റോൺമെന്റ് ഹൌസിൽ നിന്നും KPCCയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വി ഡി സതീശൻ നൽകുകയും ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വസതിയാണ് കന്റോൺമെന്റ് ഹൌസ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ നിന്നും പടിയിറങ്ങുന്നത് നിയുക്ത മുഖ്യമന്ത്രിയായിട്ടാണ്. ഇനി കന്റോൺമെന്റ് ഹൌസിലേക്കായിരിക്കില്ല, ക്ലിഫ് ഹൌസിലേക്കായിരിക്കും വി ഡി സതീശൻ പോകാനിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ആഹ്ലാദമുണ്ട്. മാത്രമല്ല 10 വർഷത്തിന് ശേഷം UDFന്റെ മുഖ്യമന്ത്രിയായി വരുന്നു, അതും വി ഡി സതീശൻ വരുന്നു. അതിനുശേഷം ആദ്യമായി പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തുക എന്ന് പറയുന്നത് അതൊരു അഭിമാന നിമിഷം കൂടിയാകും KPCC ആസ്ഥാനത്ത്. അപ്പോൾ ആ രീതിയിലുള്ള സ്വീകരണമായിരിക്കും വി ഡി സതീശൻ അവിടെ ഒരുക്കിയിട്ടുണ്ടാകുക. അങ്ങനെ തന്നെയാണ്. 5 വർഷങ്ങൾക്ക് മുൻപ് അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിൽ കന്റോൺമെന്റ് ഹൌസിന്റെ പടവുകൾ ചവിട്ടി വി ഡി സതീശൻ എത്തുന്നത്. അതിനുശേഷം വി ഡി സതീശൻ 5 വർഷം വലിയ കാര്യം, അത് UDFനെ ഒറ്റക്കെട്ടായി ടീം UDF എന്നുള്ള നിലയ്ക്ക് തന്നെ നയിക്കുകയും ആ തെരഞ്ഞെടുപ്പിനെ നേരിടുകയൊക്കെ ചെയ്തു. അതിന്റെ ഫലമായി ഇപ്പോൾ 102 സീറ്റ് നേടിക്കൊണ്ട് UDF അധികാരത്തിലെത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കന്റോൺമെന്റ് ഹൌസിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. അത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയാണ്. തിരികെ ഇവിടെ തന്നെ വരും. ഇന്നായിരിക്കില്ല ഇവിടെ നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പടിയിറക്കം. ഇനി അടുത്ത ദിവസം UDF MLA മാരുടെ യോഗം ഉൾപ്പെടെ നടക്കേണ്ടിയിരിക്കുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ, മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തിരികെ ഇവിടേക്ക് എത്തും. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇവിടേക്ക് എത്തിയിരുന്ന വി ഡി സതീശൻ ഇനി അങ്ങോട്ടേക്ക് നിയുക്ത മുഖ്യമന്ത്രിയായാണ് ഇപ്പോൾ KPCCയിലേക്ക് കയറാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസവും വി ഡി സതീശൻ അവിടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എത്തിയിരുന്നെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി, കേരളത്തെ അടുത്ത് നയിക്കാൻ പോകുന്ന മുഖ്യമന്ത്രി എന്ന നിലയിലാണ് വി ഡി സതീശൻ KPCയിലേക്ക് എത്തുന്നത്. വലിയൊരു ആവേശം തന്നെയാണ്. നിരവധിയായിട്ടുള്ള MLA മാർ, അതായത് നിയുക്ത MLA മാരാണ് വി ഡി സതീശനെ കണ്ട് നേരിട്ട് അഭിനന്ദനം അർപ്പിക്കുന്നതിന് വേണ്ടി കന്റോൺമെന്റ് ഹൌസിൽ എത്തിയിരുന്നത്. ഇതിന്റെ ഇരട്ടിയായിട്ടുള്ള ഒരു ആവേശം, കാരണം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു, ഒരു അതിര് കടക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളോ ഒപ്പം തന്നെ പ്രകടനങ്ങളോ ഒന്നും തന്നെ കന്റോൺമെന്റ് ഹൌസിൽ ഉണ്ടാകരുതെന്നുള്ളൊരു കർശന നിർദ്ദേശം നൽകിയിരുന്നത് കൊണ്ട് തന്നെ ആ പ്രവർത്തകരുടെ വലിയൊരു തള്ളിക്കയറ്റം ഇവിടേക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ KPCCയിൽ അങ്ങനെയല്ല. അവിടെ ആവേശത്തിന്റെ കൊടുമുടിയിലാണ് എല്ലാവരും ഇപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ പ്രവർത്തകരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ആവേശത്തിന്റെ ആ ഒരു കൊടുമുടിയിൽ നിന്നും ആരും വിട്ടുമാറുകയും ചെയ്യുന്നില്ല. വി ഡി സതീശൻ അങ്ങനെ മുഖ്യമന്ത്രി ആവുകയാണ്. വലിയ സന്തോഷം. ഉറപ്പായിട്ടും വളരെയധികം സന്തോഷം. കാരണം കേരളം കാത്തിരുന്ന ഒരു സന്ദർഭമാണ് ഇത്. കാരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ്. കാരണം അദ്ദേഹത്തിന്റെ വിഷനും അദ്ദേഹത്തിന്റെ നിലപാടുകളും തീർച്ചയായിട്ടും ഈ കേരള ജനതയ്ക്ക് 100-ലധികം സീറ്റ് അദ്ദേഹം വെറും വാക്ക് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് വാക്ക് തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ 5 വർഷം കൊണ്ട് നേരത്തെ നിർദ്ദേശം ഉണ്ടായിരുന്നു, വലിയ ഒരു പരിധിക്കപ്പുറം ആഘോഷം പോകരുതെന്ന് കന്റോൺമെന്റ് ഹൌസിൽ. പക്ഷേ KPCCയിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലേ? അല്ല, ഇത് ജനങ്ങൾ അറിഞ്ഞു വരുന്നതാണ്. ഒരിക്കലും ഇത് പ്ലാൻ ചെയ്ത് വി ഡി സതീശൻ എന്നുള്ള ഒരാളിന് വേണ്ടിയിട്ട് ഈ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയതാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇത് ഓർഗനൈസ് ചെയ്ത് വന്നതല്ല, ജനങ്ങൾ അറിഞ്ഞു വന്നതാണ്.
അതുതന്നെയാണ് പറയുന്നത്. പ്രവർത്തകർ മാത്രമല്ല, സാധാരണയായിട്ടുള്ള നിരവധി നേരത്തെ തന്നെ കാണുന്ന കൊച്ചുകുട്ടികൾ, വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ കന്റോൺമെന്റ് ഹൌസിലെത്തി നേരിട്ട് ഒരു നോക്ക് വി.ഡി. സതീശനെ കണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിക്കാനായിട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. എല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇനിയിപ്പോൾ KPCCയിൽ പോയി കഴിഞ്ഞാൽ അതിനുശേഷം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം നിയമസഭയിൽ ചേരുന്നുണ്ട്. അവിടെ അതിനും പോയതിനു ശേഷം ഘടകകക്ഷികളുമായിട്ടുള്ള യോഗമുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും തിരികെ ഇനി കന്റോൺമെന്റ് ഹൌസിലേക്ക് എത്തുക. തിങ്കളാഴ്ചയായിരിക്കും ഔദ്യോഗികമായി ഇവിടെ നിന്നൊരു പടിയിറക്കവും തുടർന്ന് ക്ലിഫ് ഹൌസിലേക്കുള്ള വി.ഡി. സതീശന്റെ ഒരു രാജകീയ യാത്രയും ഉണ്ടാവുക. യെസ്, ലിജോ റോളൻസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കന്റോൺമെന്റ് ഹൌസിൽ നിന്ന് KPCC ആസ്ഥാനത്തേക്ക് ഇന്ദിരാഭവനിലേക്ക് വി.ഡി. സതീശൻ യാത്ര തിരിച്ചിരിക്കുന്നത്